ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നൈറ്റ് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. വെറും 3 ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നല്ല പോലെ ഉടച്ചെടുക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഉടച്ചെടുക്കും കൂടെ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇളം ചൂടുള്ള വെള്ളം വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സാധാ പച്ചവെള്ളം വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പം ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. കട്ടകളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇനി ഇതിലേക്ക് ഇതാ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടേ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതാ നെയ്യ് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ പാകത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലേക്ക് ലേശം നെയ്യും കൂടെ തടവി കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിൽ അതും ആക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ കുഴച്ചെടുത്തതിന് മീഡിയം ബോൾസ് എടുക്കുക. എന്നിട്ട് നല്ല തിന്നായിട്ട് തന്നെ അങ്ങോട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്ത ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നെയ്യോ ഓയിലോ ബട്ടറോ ആക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് 2 സൈഡും ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൊടി വെച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ലാസ്റ്റ് ആ എഡ്ജ് ഭാഗം നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കാം. എന്നിട്ട് ഇത് നമുക്കിനി വീണ്ടും കുറച്ച് തിന്നായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് എള്ളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ കുറച്ച് കറുത്തെള്ളും വെളുത്തെള്ളും ഒക്കെ മിക്സ്ഡ് ആക്കിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. സെൻറ്ററിലായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് വെള്ളമൊന്ന് നനച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ എള്ളിട്ട് കൊടുക്കാനായിട്ട്. എന്നാലാണ് അതിൽ പതിഞ്ഞ് കിടക്കുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ പരത്തി കഴിഞ്ഞത് അത് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചുകൂടെ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ ഇതുപോലെ അങ്ങോട്ട് പരത്തി എടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഈ രീതിയിൽ അല്ലെങ്കിൽ സാധാ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കില്ലേ, ആ ഒരു രീതിക്കും പരത്തിയിട്ട് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് കുറച്ച് ലെയറായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. സാധാ ചപ്പാത്തി ചുട്ടെടുക്കുന്ന രീതിയിലും പരത്തിയിട്ട് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉരുളൻകിഴങ്ങ് നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമ്മളത് പരത്തിയെടുക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കട്ട പോലെ നിന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നിങ്ങൾ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ചിട്ട് വേണം കേട്ടോ പൊടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ തന്നെ അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ ഓയിലോ ഒക്കെ ആക്കി കൊടുക്കാവുന്നതാണ്. അല്ല ഡ്രൈ ആയിട്ട് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് കറി പോലും ആവശ്യമില്ല, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ അങ്ങോട്ട് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സിമ്പിളായിട്ട് സാധാ ചപ്പാത്തി ചുട്ടെടുക്കുന്ന രീതിയിൽ അങ്ങനെയും കൂടെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് കറുത്ത കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എള്ള് കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് കുട്ടികൾക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും കഴിച്ചോളും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ കുറച്ച് ജാമോ ഒന്ന് അതിൻ്റെ ഉള്ളിലായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.